ഹലോ, നമസ്തേ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അയൺ മൈക്ക് ടൈസൺ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കത്തി നിൽക്കുവാണല്ലോ, അറിയാമല്ലോ. ബിക്കോസ് അദ്ദേഹത്തിൻ്റെയും ജേക്ക് പോളിൻ്റെയും ഫൈറ്റ് ഫിക്സ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയൺ മൈക്ക് ടൈസൺ ഓൾറെഡി സൂപ്പർ സ്റ്റാറാണ്, എപ്പോഴും വൈറൽ തന്നെയാണ്. ഇപ്പോൾ ജേക്ക് പോളിൻ്റെ കൂടെയുള്ള ഫൈറ്റ് കാരണം കൂടുതൽ ആളുകൾ മൈക്ക് ടൈസനെ തിരയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മൈക്ക് ടൈസനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. മൈക്ക് ടൈസൺ, നെയ്റ്റ് ഡിയാസ്, ഡസ്റ്റിൻ പോറിയർ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റുകളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സമയക്കുറവ് മൂലം നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ അല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ അതിനോട് ക്ഷമിക്കുക, എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ മൈക്ക് ടൈസനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ടോപ്പിക്കാണ്. മൈക്ക് ടൈസനെ കുറിച്ച് ഒരുപാട് ടോപ്പിക്കുകളുണ്ട് സംസാരിക്കാൻ. പക്ഷേ അറിയാമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കത്തില്ല. വീഡിയോ ഒരുപാട് ദീർഘമായി പോകുന്നത് എനിക്കിഷ്ടമല്ല. ഷോർട്ടാക്കി വെക്കുക, സോ ദാറ്റ് എല്ലാവർക്കും കാണാൻ ബോറടിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം മൈക്ക് ടൈസൺ അദ്ദേഹത്തിൻ്റെ മേജർ ഫൈറ്റുകൾക്ക് മുമ്പ്, ഈവൻ അമച്വർ കാലഘട്ടം മുതൽ, അതായത് ബിഗിനർ ലെവൽ ഫൈറ്റ്സ് മുതൽ തന്നെ പുള്ളി ഫൈറ്റിന് മുമ്പ് ഒരുപാട് ടെൻസ്ഡ് ആവുകയും ആങ്ഷ്യസ് ആവുകയും പിന്നെ അത് കരച്ചിലിൻ്റെ വക്കിലെത്തും. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? പുള്ളി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂസ് അങ്ങനെ കിടന്ന് കളിക്കാറില്ല, അത് നമ്മൾ തപ്പിയാലേ കിട്ടുള്ളൂ. മൈക്ക് ടൈസൺ അദ്ദേഹത്തിൻ്റെ ഫൈറ്റുകൾക്ക് മുമ്പ് കരയാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ പൊട്ടിക്കരയാറുണ്ട്. അപ്പോൾ ഇത് ചില ഇൻ്റർവ്യൂവേഴ്സ് പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് സത്യമാണെന്ന്. പുള്ളി അത് അംഗീകരിച്ചിട്ടുണ്ട്, യെസ് സത്യമാണ്. ഉടനെ ഈ ഇൻ്റർവ്യൂവേഴ്സ് പുള്ളിയോട് ചോദിക്കുകയാണ്, മൈക്ക് ടൈസനെ പോലെ ഒരു ആൾ, ഒരു രാക്ഷസൻ, ഒരു അസുരൻ, ഭീകരൻ, ഭീകരൻ എന്തിനാണ് കരയുന്നത്? ഉടനെ മൈക്ക് ടൈസൺ പറഞ്ഞ ഉത്തരം കേട്ട് എല്ലാവരും വാ പൊളിച്ച് ഇരുന്ന് പോയിട്ടുണ്ട്. അതായത് മൈക്ക് ടൈസൺ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കരയാറുണ്ട്, യെസ്, ബിക്കോസ് ആ ഫൈറ്റ് റിങ്ങിനുള്ളിൽ പ്രവേശിച്ച് ബെല്ലടിച്ചു കഴിഞ്ഞ് ആ ഫൈറ്റ് തുടങ്ങുമ്പോൾ പുള്ളി വളരെ ക്രൂരത നിറഞ്ഞ ഒരു മനുഷ്യനായി മാറുമെന്ന് പുള്ളിക്കറിയാം. അതായത് പുള്ളി ഒരുപാട് ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അതായത് എതിരാളിനെ നിലംപരിശാക്കുക മാത്രമല്ല, തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ് പുള്ളി. മുഖത്ത് മാത്രമല്ല, ശരീരമാസകലം. അതായത് അറിയാമല്ലോ, ബോക്സിംഗ് റൂൾ അനുസരിച്ച് വയറിന് മേപ്പോട്ടുള്ള ഭാഗത്ത് പുള്ളി ഇട്ടിച്ചിഞ്ചം പരിവാക്കാൻ പോവുകയാണ് എന്ന് പുള്ളിക്ക് അറിയാം. അപ്പം വീട്ടിലും വേദിയിലുമൊക്കെ ആ എതിരാളിയുടെ കുടുംബത്തിലുള്ളവരും ഉണ്ടായിരിക്കാം, ഇത് കാണുന്നുണ്ടായിരിക്കാം. അവർക്കത് സങ്കടമല്ലേ. അപ്പം മൈക്ക് ടൈസണിൻ്റെ പല ഇടിയും നോക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. മൈക്ക് ടൈസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആളെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളി ആ രീതിയിലാണ്, അത്രയ്ക്ക് ക്രൂരതയും അത്രയ്ക്ക് ഒരു ഭീകരമായിട്ടുള്ള ഫോഴ്സോടു കൂടിയാണ് മൈക്ക് ടൈസൺ ഇടിക്കുന്നത്. അത് പുള്ളിക്കറിയാം. അപ്പോൾ ഇത് ആലോചിച്ച് പുള്ളി, അതായത് ഒരുപാട് ഡാർക്കായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മൈക്ക് ടൈസൺ ആ സമയത്ത്, ഫൈറ്റിന് മുമ്പ്. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് പുള്ളിക്കറിയാം, അത് ഒരു വൃത്തികെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് പുള്ളിയെ ശപിച്ചുകൊണ്ട് കരയുവാണ്. എനിക്ക് ഇത്രയ്ക്ക് വൃത്തികെട്ടവനാകാൻ പറ്റുമോ, എനിക്ക് ഇത്രയ്ക്ക് ഭീകരനാകാൻ പറ്റുമോ, ഇത്രയ്ക്ക് ഡാർക്കാകാൻ പറ്റുമോ? അത് ആലോചിച്ച് കൺഫ്യൂസ്ഡായി പുള്ളി കരയുവാണ്. പിന്നെ ചില സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, എതിരാളിയുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കണ്ട് പുള്ളിക്ക് പെട്ടെന്ന് ഭയം തോന്നും. അപ്പോൾ ആ ഭയത്തെ കീഴടക്കാൻ വേണ്ടി പുള്ളി ഒന്നുകൂടെ ക്രൂരമായ ചിന്താഗതികൾ വരികയാണ്, ഇവനെ തീർക്കണം എന്നുള്ള രീതിയിൽ, ഇവനെ തോൽപ്പിക്കുക മാത്രമല്ല തീർക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് പുള്ളി കണ്ണ് നിറഞ്ഞ് പുള്ളി കരയുന്നു. പിന്നെ അത് പൊട്ടിക്കരച്ചിലേക്ക് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾ തപ്പിയാൽ മതി. പൊട്ടിക്കരയുമ്പോൾ പുള്ളിയുടെ കോച്ചും അസിസ്റ്റൻറ്റ് കോച്ചും ഒക്കെ പുള്ളീനെ സമാധാനിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അത്ര വിചിത്രമല്ലേ? കമൻറ്റ് ചെയ്യുക, എന്ത് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച്. ഹൈ ഗൈസ്, ടേക്ക് കെയർ.